അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ദാനധർമ്മത്തിന് കഴിവില്ലാത്ത ആളുകൾ തങ്ങളുടെ പ്രാർത്ഥനയിൽ അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ അബ്ദിക വറസൂലിക വസല്ലി അലൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുവേ, നിൻ്റെ ദാസനും പ്രവാചകനുമായ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കും സത്യവിശ്വാസികൾക്കും മുസ്ലിം സ്ത്രീ പുരുഷന്മാർക്കും നീ അനുഗ്രഹം ചെയ്യണമേ എന്ന് പറഞ്ഞാൽ അവന് ദാനധർമ്മത്തിന് പകരം അത് മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അതുപോലെ അള്ളാഹുവിൻ്റെ അനുഗ്രഹം അളവുപാത്രം കൊണ്ട് അളന്നു കിട്ടി സന്തോഷിക്കാൻ പ്രാർത്ഥനയിൽ ഈ വാചകം ചേർത്താൽ മതി എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുന്നു. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദിൻ നബിയിൽ അസ്വാജിഹി വ ഉമ്മഹാത്തിഹിൽ മുഅ്മിനീന വ ദുർരിയ്യതിഹി വ അഹ്ലി ബൈതിഹി കമാ സല്ലൈത അലാ ഇബ്രാഹീമ ഇന്നക ഹമീദും മജീദ്. അള്ളാഹുവേ, ഇബ്രാഹിം നബിക്ക് നീ അനുഗ്രഹം ചെയ്തതുപോലെ നബിക്കും സത്യവിശ്വാസികളുടെ മാതാക്കളായ അവിടുത്തെ ഭാര്യമാർക്കും കുടുംബാംഗങ്ങൾക്കും വീട്ടുകാർക്കും നീ ഗുണം ചെയ്യണമേ. നിശ്ചയം നീ സ്തുതിക്കർഹനും ശ്രേഷ്ഠനുമാണ്. പാപമോചനത്തിനു വേണ്ടിയുള്ള പ്രാർത്ഥന. അമ്പിയാക്കളല്ലാത്ത മുഴുവൻ മനുഷ്യരും തെറ്റുകൾക്ക് വിധേയരായിരിക്കും എന്ന് പറഞ്ഞുവല്ലോ. അങ്ങനെ ഒരാൾ തെറ്റ് ചെയ്താൽ അതിൽ നിന്ന് രക്ഷ നേടാനുള്ള മാർഗം പ്രാർത്ഥനയാണെന്നും നാം പറഞ്ഞു. തെറ്റുകൾ തുടർന്നു പോകാതെ അവ ബോധ്യമായാൽ എത്രയും പെട്ടെന്ന് അതിൽ നിന്ന് പിന്മാറുകയും പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുകയും വേണം. പാപമോചനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്ന അടിമയെ അള്ളാഹു ഇഷ്ടപ്പെടുകയും അവന് ഉത്തരം നൽകുകയും ചെയ്യും. അള്ളാഹു പറയുന്നു, സത്യവിശ്വാസികളെ, നിങ്ങൾ അള്ളാഹുവിങ്കലേക്ക് കൂട്ടമായി പശ്ചാത്തപിച്ചു മടങ്ങുക, നിങ്ങൾ വിജയികളായേക്കാം. അതുപോലെ ചെയ്ത തെറ്റിൽ നിന്ന് പശ്ചാത്തപിച്ച് മടങ്ങിയവൻ തീരെ തെറ്റ് ചെയ്യാത്തവനെ പോലെയാണെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ അറിയിച്ചിട്ടുണ്ട്. പരിപൂർണ പാപരഹിതനായി കഴിയാനുള്ള സുവർണാവസരമാണ് പശ്ചാത്താപം മൂലം നമുക്ക് ലഭിക്കുന്നത്. ദോഷത്തിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക, ചെയ്ത തെറ്റിൻ്റെ മേലിൽ ഖേദിക്കുക, ഇനിയൊരിക്കലും തെറ്റ് ചെയ്യുകയില്ല എന്ന് പ്രതിജ്ഞയെടുക്കുക. ദോഷം ഒരു മനുഷ്യനോട് ബന്ധപ്പെടുന്നതായാൽ ഗീബത്ത്, കടം തുടങ്ങിയവ അയാളുടെ ഉത്തരവാദിത്തത്തിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ നിബന്ധനകളോടെ നമുക്ക് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും അള്ളാഹു അത് സ്വീകരിക്കുക തന്നെ ചെയ്യും. തന്നിമിത്തം പാപരഹിതമായ ശുദ്ധഹൃദയവുമായി സന്തോഷത്തോടെ നമുക്ക് കൂടുതൽ നല്ല കാര്യങ്ങൾ ചെയ്യുകയും വിജയിയായി മരണം വരിക്കുകയും ചെയ്യാം. അതിന് അള്ളാഹു നമുക്ക് തൗഫീക്ക് നൽകട്ടെ. ആമീൻ. ഉപയുക്തമായി ധാരാളം ഹദീസുകളും പ്രാർത്ഥനകളും രേഖപ്പെടുത്താനുണ്ടെങ്കിലും സ്ഥലപരിമിതി മൂലം ചിലത് മാത്രം ഇവിടെ ഉദ്ധരിക്കാം. 5 വഖത്ത് നിസ്കാരങ്ങൾക്ക് ശേഷം അസ്തഗ്ഫിറുല്ലാഹല്ലദീ ലാ ഇലാഹ ഇല്ലാ ഹുവൽ ഹയ്യുൽ ഖയ്യൂം വഅതൂബു ഇലൈഹി. എന്നെന്നും ജീവിച്ചിരിക്കുന്നവനും മറ്റുള്ളവയെ നിലനിർത്തുന്നവനുമായ അള്ളാഹുവിനോട് ഞാൻ പാപമോചനത്തിനായി പ്രാർത്ഥിക്കുന്നു. അവനല്ലാതെ വേറെ ആരാധ്യനുമില്ല. അവനിലേക്ക് ഞാൻ ഖേദിച്ചു മടങ്ങുന്നു എന്ന് 3 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ യുദ്ധക്കളത്തിൽ നിന്നും പിന്തിരിഞ്ഞോടിയവനാണെങ്കിലും അവൻ്റെ പാപം അള്ളാഹു പുറത്തു കൊടുക്കും. പുനരുദ്ധാന ദിവസം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ശുപാർശ ലഭിക്കാൻ ബാങ്ക് കേട്ടുകഴിഞ്ഞാൽ താഴെ കാണുന്ന പ്രാർത്ഥന ചൊല്ലുക. അല്ലാഹുമ്മ റബ്ബ ഹാദിഹി ദഅവത്തി താമ്മ വസ്സലാത്തിൽ ഖായിമ ആതി മുഹമ്മദിനിൽ വസീലത വൽ ഫളീലത വദ്ദറജത്തർ റഫീഅത വബഅസ്ഹു മഖാമൻ മഹ്മൂദനില്ലദീ. പരിപൂർണമായ ഈ വിളിയുടെയും ആരംഭിക്കാൻ പോകുന്ന നിസ്കാരത്തിൻ്റെയും ഉടമസ്ഥനായ അള്ളാഹുവേ, നീ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വസീല വൽ ഫളീല എന്നീ ബഹുമതിയും ഉന്നത പദവിയും നൽകുകയും നീ വാഗ്ദത്തം ചെയ്ത പദവിയിലേക്ക് അദ്ദേഹത്തെ നിയോഗിക്കുകയും ചെയ്യണമേ. അന്ത്യനാളിൽ ഞങ്ങൾക്ക് ആ നബിയുടെ ശുപാർശയും നൽകണമേ. നീ വാഗ്ദത്തം ലംഘിക്കുന്നവനല്ല. പാപം പൊറുക്കാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം. അല്ലാഹുവല്ലാതെ ആരാധനക്കർഹനായി ഒരാളുമില്ല. അവൻ ഉന്നതനാണ്. അവൻ്റെ സഹായം കൂടാതെ എനിക്ക് ഒരു കഴിവുമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ പാപങ്ങൾ സമുദ്രനിരയോളം ഉണ്ടെങ്കിലും അത് പൊറുക്കപ്പെടാത്തവരായി ആകാശഭൂമികൾക്കിടയിൽ ആരുമില്ല. അതുപോലെ
മഗ്‌രിബിൻ്റെയും സുബ്ഹിയുടെയും ശേഷം സംസാരിക്കുന്നതിന് മുമ്പ് 7 പ്രാവശ്യം അല്ലാഹുമ്മ ജിർനി മിനന്നാർ എന്ന് ചൊല്ലുക. അല്ലാഹുവേ, നരകത്തിനെ തൊട്ട് എന്നെ നീ കാക്കണേ എന്ന് 7 പ്രാവശ്യം പറയുകയും അവൻ മരിക്കുകയും ചെയ്താൽ അവൻ സ്വർഗത്തിൽ പ്രവേശിക്കുന്നതാണ്. റളീതു ബില്ലാഹി റബ്ബൻ വബിൽ ഇസ്ലാമി ദീനൻ വബി മുഹമ്മദിൻ നബിയ്യ. അല്ലാഹുവിനെ സൃഷ്ടിച്ച പരിപാലകനായും ഇസ്ലാമിനെ ജീവിത വ്യവസ്ഥിതിയായും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നബിയായും ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു. ഈ ദിക്ർ രാവിലെയും വൈകുന്നേരവും 3 പ്രാവശ്യം വീതം ചൊല്ലിയാൽ അല്ലാഹു അന്ത്യനാളിൽ അവനെക്കുറിച്ച് തൃപ്തിയുള്ളവനായി കാണപ്പെടുന്നതാണ്. വേറെ ഒരു അല്ലാഹുമ്മ ഇന്നി അസ്ബഹതു ഉഷ്ഹിദുക വ ഉഷ്ഹിദു ഹമലത അർശിക വ മലായികതക വ ജമീഅ ഖൽഖിക ഇന്നക അൻതല്ലാഹു ലാ ഇലാഹ ഇല്ലാ അൻത വ അന്ന മുഹമ്മദൻ അബ്ദുക വ റസൂലുക. അല്ലാഹുവേ, നീ മാത്രമാണ് ആരാധ്യൻ, നീയല്ലാതെ യാതൊരു ആരാധ്യനുമില്ല. നിശ്ചയം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിന്റെ അടിമയും പ്രവാചകനുമാണെന്ന് നിന്നെയും നിന്റെ സിംഹാസനവാഹകരെയും മലക്കുകളെയും മറ്റെല്ലാ സൃഷ്ടി ജീവജാലങ്ങളെയും സാക്ഷി നിർത്തിക്കൊണ്ട് ഈ പ്രഭാതവേളയിൽ ഞാനിതാ പ്രസ്താവിക്കുന്നു എന്ന് പറഞ്ഞാൽ അവൻ്റെ 4ൽ 1 ഭാഗവും 2 പ്രാവശ്യവും രാവിലെ ചൊല്ലിയാൽ അവൻ്റെ പകുതി ഭാഗവും, 3 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ 4ൽ 3 ഭാഗവും, 4 പ്രാവശ്യം ചൊല്ലിയാൽ അവൻ്റെ ശരീരം മുഴുവനും നരകശിക്ഷയിൽ നിന്നും ഒഴിവാകുന്നതുമാണ്.